ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറിയ ഊർജിത പ്രചാരണത്തിന്റെ കുട്ടിക്കലാശം ആവേശത്തോടെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. വിവിധ പ്രതിനിധികൾ നമ്മോടൊപ്പം വിവിധ ജില്ലകളിൽ നിന്നും ചേരുകയാണ്. ആദ്യം കോഴിക്കോട്ടേക്ക് പോകുന്നു. ഗോകുൽ ചേരുന്നു. ഗോകുൽ, പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് കോഴിക്കോട്? രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കടുത്ത പ്രചാരണത്തിലാണ്. ഇപ്പോൾ NDAയുടെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് തന്റെ വാഹന പ്രചരണ ജാഥ, പരസ്യ പ്രചരണ ജാഥ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തന്നെ രംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മോഡിയുടെ വ്യക്തിപ്രഭാവവും മോഡിയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശ്രീ MT രമേശിന്റെ വ്യക്തിപ്രഭാവവും കൂടി ഉൾക്കൊള്ളുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരസ്യ പ്രചാരണ ഈ വാഹന പ്രചരണ ജാഥ ഇന്ന് വൈകിട്ടോടുകൂടി കോഴിക്കോട് പാളയത്ത് അവസാനിക്കും. മൂന്ന് മുന്നണികളുടെയും കലാശ പോരാട്ടം ഇന്ന് തന്നെയാണ് അവസാനിക്കുക. നാളെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മോഡി പങ്കുവെച്ചതുപോലെ 400-ലധികം സീറ്റുകൾ നേടി മൂന്നാമതൊരു തവണ കൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ കോഴിക്കോട് ഉണ്ടാകും എന്ന ഒരു പ്രത്യാശ തന്നെയാണ് BJP നേതൃത്വവും NDAയുടെ നേതൃത്വവും ഒക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശ് നമ്മോടൊപ്പം ചേരുകയാണ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 1.5 മാസം നീണ്ട പ്രചാരണം അവസാനിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം ഏതു രീതിയിലായിരുന്നു? പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആത്മവിശ്വാസമാണുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിൽ BJP കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ധ്രുവീകരണം നടക്കുന്നു. മറ്റൊരു കാര്യവും പറയാത്തതുകൊണ്ട് സംഘടിത മതന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ടുവെച്ചുകൊണ്ടുള്ള ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തിന് CPM-ഉം കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്നു. നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയെ തോൽപ്പിക്കാൻ മറ്റൊരു വഴിയും കാണാത്തതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം നരേന്ദ്രമോദിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കേരളത്തിൽ ഒരു പ്രചരണത്തിൽ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നു, വികസന രാഷ്ട്രീയത്തിന് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് കോഴിക്കോടും പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും നല്ല റെസ്പോൺസായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് NDAയുടെ ഒരു മുഖ്യ എതിരാളിയായിട്ട് കാണാൻ ഇടതുമുന്നണിയും വലതുമുന്നണിയും തയ്യാറായിട്ടുണ്ട്. വലതുപക്ഷം പറയുന്നത് ഇടതുപക്ഷവും BJP തമ്മിലാണ് മത്സരമെന്നാണ്. അതേപോലെ മറുഭാഗത്ത് പറയുന്നു ഇടതുമുന്നണിയും BJP തമ്മിലാണ് മത്സരമെന്ന്. അവിടെ മറ്റു മുന്നണികൾ അപ്രസക്തമാവുന്ന ഒരു കാഴ്ചയാണ്. അവിടെ കാലാകാലമായി തിരുവനന്തപുരത്ത് നടക്കാറ് LDF-ന് വോട്ട് കോൺഗ്രസിന്റെ മാറ്റി ചെയ്തുകൊണ്ടുള്ള നിലപാടാണ്. കാരണം LDF-ന് നല്ല വോട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. അവിടുത്തെ 7 അസംബ്ലി മണ്ഡലത്തിലും സാധാരണ ജയിക്കാറുള്ളത് LDF-ആണ്. പക്ഷെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് വളരെ തീരെ ദുർബലമായ പെർഫോമൻസ് ആണ്. അതിന്റെ അർത്ഥം അവർ കാലാകാലമായിട്ട് കോൺഗ്രസിനെ വോട്ട് മാറ്റി ചെയ്യുകയാണ്. ഈ പ്രാവശ്യം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. LDF ഏതാണ്ട് പ്രചരണ രംഗത്ത് പിൻവാങ്ങിയതുപോലെയാണ്. അതിന്റെ അർത്ഥം അവർ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധ CPM വിരുദ്ധ വോട്ടുകളെല്ലാം BJPക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യം. ഈ രീതിയിലാണ് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും BJP ഒരു ശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞുവെന്ന് മറ്റു മുന്നണി നേതൃത്വം പോലും സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് കേരളത്തിലെമ്പാടുമുള്ളത്. ആ ഒരു ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മറ്റു മുന്നണികൾ പോലും BJP-യെയും ഒരു ശക്തമായ എതിരാളിയായി കാണുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി എന്ന വിലയിരുത്തലാണ് NDA-ക്കും BJP നേതൃത്വത്തിനുമുള്ളത്. EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി MT രമേശിനെ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും
CMPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CP ജോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത് MT രമേശ് മികച്ച സ്ഥാനാർത്ഥിയാണ്, ആ രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ വേണ്ടി BJPക്കും NDAക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരം അല്ലെങ്കിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ BJPക്കും NDA മുന്നണിക്കും സാധിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് മറ്റു മുന്നണികളും വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വോട്ടുമറിക്കൽ സാഹചര്യം ഇത്തവണ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെയും NDAയുടെയും ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ നേരിട്ട് രംഗത്തിറക്കി ഇവിടെയുള്ള ഈ വികസന മുരടിപ്പിനും അറുതി വരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ നേതൃത്വത്തിൽ NDAയുടെ നേതൃത്വത്തിൽ ഇവർ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതിനെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ സംസ്ഥാനത്ത് രാജ്യത്ത് ആകമാനം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പ്രവർത്തനങ്ങളാണ്. കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ MK രാഘവൻ ഉൾപ്പെടെയുള്ള നിലവിലെ സിറ്റിംഗ് MP കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് തങ്ങളുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് എന്നാണ് ഈ BJPയുടെ അവകാശവാദം. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജനങ്ങളൊക്കെ ഇതിലെ കതിരേത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് BJP മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇടത് വലത് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചാരണം ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇളമരം കരീമും MK രാഘവനും ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥകളുമായി മുന്നോട്ടേക്ക് പോകുന്നു. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വൈകിട്ട് 5 മണിയോടുകൂടി കോഴിക്കോട് പാളയത്താണ് സംഗമിക്കുന്നത്. അവിടെയാണ് കൊട്ടിക്കലാശം. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു കൊട്ടിക്കലാശത്തിനായിരിക്കും കോഴിക്കോട് പാളയം വൈകുന്നേരം സാക്ഷിയാവുക എന്നാണ് പറയുന്നത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വികസന അജണ്ടകളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ BJP സ്ഥാനാർത്ഥി MT രമേശ് നിൽക്കുമ്പോൾ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ഇളമരം കരീമും തന്റെ വിജയം നിലനിർത്താം എന്ന ഒരു പ്രതീക്ഷയിൽ MK രാഘവനും മുന്നോട്ടേക്ക് പോകുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയത് ആണ് എന്ന തരത്തിലുള്ള ഒരുപാട് ലഘുലേഖകളും മറ്റും പ്രചരിപ്പിക്കാനും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഏതൊക്കെ തലത്തിലാണ് മണ്ഡലത്തിന്റെ വിവിധ പരസ്യ പ്രചരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ റോഡ് ഷോയ്ക്കൊപ്പം നമ്മുടെ പ്രതിനിധി ഗോകുൽ K വേണുഗോപാൽ നൽകിയ തത്സമയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.